ആൻഡ് ജി വിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ഞങ്ങളുടെ മറ്റ് വീഡിയോകളും കൂടെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രമാണ് തിരുമല തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം. ഹൈന്ദവരുടെ അതിപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം. ആനന്ദ നിലയം, കലിയുഗ വൈകുണ്ഠം, സപ്തഗിരി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ക്ഷേത്രം വൈഷ്ണവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമാണ് തിരുമല തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം. മഹാവിഷ്ണുവിനെ വെങ്കടേശ്വരൻ എന്ന പേരിൽ ലക്ഷ്മി ഭൂമിദേവി സമേതനായി ഇവിടെ ആരാധിക്കുന്നു. ലക്ഷ്മി നാരായണ സങ്കല്പത്തിലുള്ള ക്ഷേത്രമാണിത്. സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ഭഗവതിയായ മഹാലക്ഷ്മിക്ക് മഹാവിഷ്ണുവിന് തുല്യമായ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത്. ഭഗവതി പത്മാവതി എന്ന പേരിൽ അറിയപ്പെടുന്നു. തമിഴ് ഭക്ത കവികളായ ആൾവാർമാർ പാടിപ്പുകഴ്ത്തിയ 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണിത്. പൂർവഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന തിരുമലയിലെ 7 കുന്നുകൾ അയേഷാദ്രി, നീലാദ്രി, ഗരുഡാദ്രി, അഞ്ജനാദ്രി, ഋഷഭാദ്രി, നാരായണാദ്രി, വെങ്കടാദ്രി എന്നിവയിൽ അവസാനത്തെയായ വെങ്കടാദ്രിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ക്ഷേത്രം സപ്തഗിരി എന്ന് അറിയപ്പെടുന്നു. പുഷ്കരണി എന്നറിയപ്പെടുന്ന വലിയൊരു കുളത്തിന്റെ കരയിലാണ് ക്ഷേത്രം. മുഖ്യപ്രതിഷ്ഠയായ വെങ്കടേശ്വരൻ, ബാലാജി, ശ്രീനിവാസൻ, ഗോവിന്ദൻ, സപ്തഗിരീശ്വരൻ, ആദിനാരായണൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. കലിയുഗ പ്രത്യക്ഷ ദൈവം എന്നറിയപ്പെടുന്ന ഭഗവാൻ കൂടിയാണ് വെങ്കടേശ്വരൻ. വെങ്കടേശ്വരനോടൊപ്പം ശ്രീകലത്ത് ശ്രീകൃഷ്ണൻ, രുക്മിണി, ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ എന്നിവർക്കും പ്രതിഷ്ഠയുണ്ട്. നരസിംഹമൂർത്തി, ഹനുമാൻ, കുബേരൻ, ഗരുഡൻ, വരദരാജൻ, ശേഷനാഗം, അനന്തൻ തുടങ്ങിയ ഉപേതവന്മാരെയും ഇവിടെ കാണാം. തലമുണ്ടനം ചെയ്യുക, പണം കാണിക്കയർപ്പിക്കുക എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും ഐശ്വര്യത്തിനും മോക്ഷപ്രാപ്തിക്കുമായി ധാരാളം ഭക്തർ ഇവിടെ ദർശനം നടത്തുന്നു. ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ ദുരിതങ്ങളിൽ നിന്ന് മോചനവും ഉണ്ടാകുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. നവദമ്പതികൾ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് വിശേഷമായി കരുതുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഹൈന്ദവ ക്ഷേത്രമാണിത്. വെങ്കടേശ്വര ബ്രഹ്മോത്സവം, പത്മാവതി തിരുക്കല്യാണം, സ്വർഗവാതിൽ ഏകാദശി, രാമനവമി, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി, ദീപാവലി എന്നിവ ഇവിടുത്തെ വിശേഷ ദിവസങ്ങളാണ്. തിരുപ്പതി തിരുമല ദേവസ്ഥാനം എന്ന സംഘടനയുടെ കീഴിലാണ് ക്ഷേത്രഭരണം നടക്കുന്നത്. ഐതിഹ്യം: പുരാണങ്ങളിൽ പലയിടത്തായി പരാമർശിച്ചിട്ടുള്ള ക്ഷേത്രമാണ് തിരുമല ക്ഷേത്രം. വെങ്കടേശ്വര ക്ഷേത്രം വരും മുമ്പ് തന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായതായി കഥയുണ്ട്. കലിയുഗാരംഭത്തിൽ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചു വന്ന ഋഷിമാർ ത്രിമൂർത്തികളിൽ ആരെയാണ് അഗ്രപൂജയ്ക്ക് അർഹനാകേണ്ടതെന്ന കാര്യത്തിൽ നാരദ മഹർഷിയോട് സംശയം ചോദിച്ചു വന്നു. ഇതറിയാനായി ദേവന്മാർ ഭൃഗു മഹർഷിയെ പറഞ്ഞുവിട്ടു. കാലിൽ ഒരു കണ്ണുണ്ടായ ഭൃഗു മഹർഷി ആദ്യം ബ്രഹ്മാവിനെയും പിന്നീട് പരമശിവനെയും പോയി കണ്ടെങ്കിലും ഇരുവരും അദ്ദേഹത്തെ കണ്ട ഭാവം നടിച്ചില്ല. തുടർന്ന് ശ്രീനിവാസൻ വളർത്തമ്മയായ വകുളാദേവിയുടെ അടുത്തുപോയി താമസിച്ചു വന്നു. ഇതിനിടയിൽ ശാപവിമുക്തനായ ചോള രാജാവ് ആകാശ രാജാവായി പിറവിയെടുത്തു. അദ്ദേഹത്തിന് പത്മാവതി എന്ന പേരിൽ ഒരു പുത്രിയുണ്ടായി. വിഷ്ണു പദപ്രാപ്തിക്കായി തപസ് ചെയ്ത ലക്ഷ്മിയുടെ തന്നെ അംശമായ ദേവിയുടെ പുനർജന്മമായിരുന്നു പത്മാവതി. തിരുപ്പതിക്കടുത്തുള്ള തിരുച്ചാനൂരിലെ പത്മപുഷ്കരണിയിലായിരുന്നു പത്മാവതിയുടെ ജനനം. ഇന്നും അതാണ് പേരിന് പിന്നിലെന്നും പറയപ്പെടുന്നു. ശ്രീനിവാസനുമായി രാജകുമാരി പത്മാവതിയുടെ വിവാഹം നടക്കുമെന്നും അത് മഹാഭാഗ്യമാണെന്നും നാരദ മഹർഷി ആകാശരാജനെ അറിയിക്കുന്നു. എന്നാൽ വിവാഹ ചിലവുകൾക്ക് ആവശ്യമായ പണം ദരിദ്രനായ ശ്രീനിവാസന്റെ പക്കൽ ഇല്ലായിരുന്നു. ഒടുവിൽ ബ്രഹ്മാവിന്റെയും ശിവന്റെയും ഉപദേശപ്രകാരം വിവാഹ ചെലവുകൾക്ക് ആവശ്യമായ ധനം ശ്രീനിവാസൻ ധനത്തിന്റെ അധിപതിയും ലക്ഷ്മി ദേവിയുടെ കാര്യസ്ഥനുമായ കുബേരനിൽ നിന്നും കടം വാങ്ങുന്നു. അങ്ങനെ ഭഗവാൻ സ്വയം കുബേരന് കടക്കാരനായി മാറുന്നു. കടക്കാരനായ ശ്രീനിവാസൻ വായുദേവനെ വിളിച്ചു സ്വർഗത്തിൽ നിന്നും ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായ താമരപ്പൂവ് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. ഭഗവാന്റെ അപേക്ഷ പ്രകാരം മഹാലക്ഷ്മി ഉടനെ ആ താമരപ്പൂവിൽ പ്രത്യക്ഷപ്പെടുന്നു. തന്റെ കടബാധ്യത വീട്ടാനായി പണം കാണിക്കയർപ്പിക്കുന്ന ഭക്തർക്ക് അവരുടെ ആഗ്രഹം പോലെ സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും കാര്യസിദ്ധിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഭഗവാൻ മഹാലക്ഷ്മിയോട് ആവശ്യപ്പെടുന്നു. ഭക്തരുടെ അഭീഷ്ടങ്ങളെ താൻ ഉടൻ
ഉടൻ സാധിപ്പിച്ചു കൊടുക്കുമെന്നും ഐശ്വര്യങ്ങൾ നൽകാമെന്നും ശ്രീ ഭഗവതി ഭഗവാനോട് പറയുന്നു. അപ്പോൾ നാരായണൻ വിശ്വരൂപം പ്രാപിക്കുകയും ആനന്ദ നിലയമെന്ന തിരുമല ക്ഷേത്രത്തിൽ പ്രവേശിച്ചു സ്വയം ശിലയായി മാറുകയും ചെയ്തു. സംഭവം കണ്ട എല്ലാവരോടും സകലരുടെയും ദുഃഖദുരിതങ്ങൾ തീർക്കാൻ ഭഗവാൻ ലക്ഷ്മി സമേതനായി വെങ്കടാദ്രിയിൽ കലിയുഗത്തിലെ പ്രത്യക്ഷ ദൈവമായി കുടികൊള്ളാൻ പോകുകയാണെന്ന് ബ്രഹ്മാവും പരമശിവനും പറയുകയുണ്ടായി. മഹാലക്ഷ്മി ഭഗവാന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്തും പത്മാവതി വലതുഭാഗത്തും കുടികൊണ്ടു. അങ്ങനെ ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു തിരുപ്പതിയിൽ സർവ്വദുഃഖഹരനായി കുടികൊള്ളുന്നു. മഹാലക്ഷ്മിയാകട്ടെ തിരുപ്പതിയിലെത്തുന്ന ഭക്തർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പ്രകാരം അഷ്ടൈശ്വര്യങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഭഗവാനോടൊപ്പം നിലകൊള്ളുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.